ഈ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം BJP ഇപ്പോൾ സഖ്യഭരണമാണ് നടത്തുന്നത്. ഈ സഖ്യഭരണം തീർച്ചയായിട്ടും അധികം വൈകാതെ മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് ഈ 2025 ഇനി നടക്കാൻ പോകുന്ന ഏക തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ബീഹാർ തിരഞ്ഞെടുപ്പാണ്. ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന ഒക്ടോബർ നവംബർ മാസങ്ങളിലായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് അവിടെ നടക്കുക, റിസൾട്ട് വരിക. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി തന്നെ BJP കളം മാറ്റി ചവിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത്. അതായത് നിലവിൽ JDU, അതായത് ബീഹാറിൽ NDA സഖ്യമായിട്ട് നിൽക്കുന്ന JDU ഉൾപ്പെടെയാണ് കേന്ദ്രത്തിൽ BJPക്കൊപ്പം സഖ്യമായിട്ട് നിൽക്കുന്നത്. JDUവും പിന്നെ ആന്ധ്രാപ്രദേശ് TDPയും. ഇതിൽ JDUവിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ JDU തീർച്ചയായിട്ടും നിലവിൽ പലതരം പ്രതിസന്ധി ഘട്ടങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എടുത്തു പറയേണ്ടത് ബീഹാറിൽ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് തന്നെ നിതീഷ് കുമാറിന്റെ ജനപിന്തുണ ഇടിയുന്നതായിട്ടുള്ള കണക്കുകൾ വ്യക്തമാണ്. അതിൽ തന്നെ BJP അവിടെ സ്കോർ ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം. പല ഒപ്പീനിയൻ പോൾ സർവേ വരുമ്പോൾ പോലും ബീഹാറിലെ ചിത്രമെന്ന് പറയുന്നത് അവിടെ നിതീഷ് കുമാറിന്റെ JDUവിന്റെ സ്വാധീനം വളരെ വലുതായിട്ട് ഇടിയുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതിൽ എടുത്തു പറയാനുള്ളത് JDU സഖ്യമായിട്ടുള്ള BJPക്ക് അവിടെ വളരെ വലിയ തോതിലുള്ള നേട്ടം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ 2025 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. അതിൽ തന്നെ ഭരണത്തിൽ NDA സഖ്യം തന്നെ വരാനും അതോടൊപ്പം തന്നെ അതിൽ BJPക്കായിരിക്കും ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതും സീറ്റുകൾ വളരെ വലുതായിട്ട് നേടാൻ സാധിക്കുന്നതും. JDUവിന് ഇത്തവണ സീറ്റുകളിൽ വളരെ വലിയ തോതിലുള്ള ഇടിവ് സംഭവിക്കുമെന്ന് തന്നെയാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും JDUവിൽ പലതരത്തിലുമുള്ള മാറ്റങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിൽ തന്നെ നിതീഷ് കുമാറിന്മേൽ വളരെ വലിയ തോതിലുള്ള ആധിപത്യം സ്ഥാപിക്കാനായിട്ട് BJPക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നിതീഷ് കുമാറിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് ഈ 2025 അവിടെ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള നേട്ടം BJPക്ക് നേടിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. അതോടൊപ്പം തന്നെ ബീഹാർ തെരഞ്ഞെടുപ്പിൽ BJP വമ്പൻ വിജയം നേടുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും BJP ഇനി അടുത്തതായിട്ട് പ്രയോഗിക്കാൻ പോകുന്നത് പാർലമെന്റിൽ തങ്ങളുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക, ഒറ്റയ്ക്ക് തങ്ങൾ ഭൂരിപക്ഷത്തിൽ എത്തുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ നീക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൽ തങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു പാർട്ടി ദുർബലപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അതിൽ നിൽക്കുന്ന MPമാർ ഉൾപ്പെടെ BJPയിലേക്ക് ചായുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അതോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിൽ ഇന്ത്യ സഖ്യത്തിൽ പ്രത്യേകിച്ച് കോൺഗ്രസിനെ എടുത്തു കഴിഞ്ഞാൽ ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ എല്ലാം തന്നെ നോക്കുമ്പോഴത്തേക്കായാലും വമ്പൻ തോൽവികളാണ് അവർക്ക് നേരിടേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ വളരെ വലിയ തോതിലുള്ള ഒരു വിള്ളലിന്റെ വക്കിലാണ് ഇന്ത്യ സഖ്യം പോലും. ഈ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് തന്നെ പലരെയും അടർത്തിയെടുക്കാനായിട്ട് BJPക്ക് സാധിക്കുമെന്നുള്ളത് വളരെയധികം വ്യക്തമാണ്. കാരണം മഹാരാഷ്ട്ര, ഹരിയാന, അതോടൊപ്പം തന്നെ ബീഹാർ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോഴത്തേക്കും ഇന്ത്യ സഖ്യത്തിൽപ്പെട്ടവർ പോലും BJPയിലേക്ക് മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ ആക്കുന്ന ഒരു നീക്കത്തിലേക്ക് BJP കടക്കാനായിട്ടുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത്. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ശക്തിപ്പെടുമെന്ന് പ്രതീക്ഷിച്ച കോൺഗ്രസ് ഇന്ത്യ സഖ്യം വളരെ കഠിനമേറിയ ഘട്ടത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇനിയിപ്പോൾ ബീഹാറിൽ കൂടി കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിന് ഒരു തിരിച്ചടി നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ ആ കാര്യത്തിൽ തീരുമാനമാകും. അതോടൊപ്പം തന്നെ JDUവിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പോലും JDUവിന് ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് BJPക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കാനായിട്ട് സാധിക്കാത്ത രീതിയിലോട്ട് കാര്യങ്ങൾ മാറി BJP വലിയ തോതിലുള്ള ഒരു നേട്ടം അവിടെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ JDU വളരെ വലിയ തോതിൽ ക്ഷീണം നേരിടുമെന്ന് മാത്രമല്ല അവരുടെ എല്ലാ തരത്തിലുമുള്ള ശക്തിയും കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്ന അവസ്ഥയിലോട്ട് എത്തും. അത് BJPക്ക് പ്ലസ് നൽകുന്ന ഒരു കാര്യമായിട്ട് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ JDU നിൽക്കുന്നവർ പോലും BJPയിലേക്ക് മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. MPമാരിൽ പലരും 12ഓളം MPമാർ JDUവിൽ തന്നെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യം നോക്കിക്കഴിഞ്ഞാൽ പോലും
പലരും ഇപ്പോൾ മറുകണ്ഠം ചാടുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് കാര്യങ്ങളുടെ പോക്കെന്ന് പറയുന്നത്. അത് ഹരിയാനയിലുണ്ട്, മഹാരാഷ്ട്രയിലുണ്ട്, അതോടൊപ്പം തന്നെ ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്കും ബീഹാറിലും അത് വലിയ തോതിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോഴത്തേക്കും BJPയുടെ അടുത്ത നീക്കമെന്ന് പറയുന്നത് 2026 തന്നെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിൽ എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റുക എന്നുള്ളത് തന്നെയായിരിക്കും. അത് പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം നിലവിലത്തെ സാഹചര്യത്തിൽ വളരെ കഠിനമേറിയ ഒരു കാര്യമല്ലാതായി മാറിയിരിക്കുകയാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇന്ത്യ സഖ്യം പ്രതീക്ഷിച്ച കണക്കല്ല കാര്യങ്ങളുടെ ഒരു മുന്നോട്ട് പോക്കെന്ന് പറയുന്നത്. അതേസമയം BJP പ്രതീക്ഷിച്ചതിലും അപ്പുറമുള്ള ഒരു നേട്ടം, കാരണം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർ പ്രതീക്ഷിച്ച അളവിലുള്ള വിജയം നേടിയെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും അത് കഴിഞ്ഞ് നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെയും പലരെയും ഞെട്ടിച്ച വിജയങ്ങളാണ് അവർ സ്വന്തമാക്കിയത്. ആരും തന്നെ പ്രതീക്ഷിക്കാത്ത വിജയങ്ങൾ പോലും അവർ നേടിയെടുത്തിരിക്കുന്നു. അതിലൂടെ എല്ലാ തരത്തിലും ഇന്ത്യ സഖ്യത്തെ പരിപൂർണമായിട്ട് ദുർബലപ്പെടുത്താനായിട്ട് BJPക്ക് സാധിച്ചു എന്നുള്ളത് അവരുടെ ഒരു നേട്ടം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ ദുർബലപ്പെട്ടിരിക്കുന്ന ഇന്ത്യ സഖ്യത്തിന്മേൽ വളരെ വലിയ തോതിലുള്ള തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളോടുകൂടി തന്നെ അക്കരെ നിൽക്കുന്നവരെ ഇക്കരെ എത്തിക്കാനായിട്ടുള്ള എല്ലാ തന്ത്രവും അറിയാവുന്ന പാർട്ടി തന്നെയാണ് BJP എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് തീർച്ചയായിട്ടും ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി തന്നെ അവരുടെ അടുത്ത ലക്ഷ്യമെന്ന് പറയുന്നത് ആ ഒരു തരത്തിലേക്കായിരിക്കാം അവർ ചിന്തിക്കുന്നത്. അങ്ങനെ സംഭവിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 2026 വമ്പൻ അട്ടിമറികൾ സംഭവിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. 2029 വരെ എന്തായാലും BJPക്ക് കാത്തിരിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് അതിൽ നിന്നും വ്യക്തമാകുന്ന കാര്യമെന്ന് പറയുന്നത്. ഈ കാര്യം നടത്തിയെടുക്കാൻ പോലും BJPക്ക് പാടുപെടേണ്ട ആവശ്യമില്ല എന്നുള്ളതും വാസ്തവമാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ബീഹാർ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ നിലവിലത്തെ സിറ്റുവേഷനിൽ NDA ഭരണം തന്നെ വരാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ ചാൻസ് കാണുന്നതും. അതിൽ കൂടി പരാജയം ഏറ്റുവാങ്ങാനായിട്ടുള്ള ഒരു സ്ഥിതിയിലേക്ക് തന്നെയാണ് കോൺഗ്രസ് ഇന്ത്യ സഖ്യം പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും പലതരത്തിലുമുള്ള അട്ടിമറികൾ, പലതരത്തിലുമുള്ള തിരിച്ചടികൾ, പലതരത്തിലുമുള്ള കൊഴിഞ്ഞു പോക്കലുകൾ ഉണ്ടാകുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്.